ഇതാ എല്ലാവർക്കും സസ്പെൻസ് ഇട്ടില്ലേ? ഇതാണ് കേട്ടോ ആ സസ്പെൻസ്. കണ്ടില്ലേ? എല്ലാവരും ഇന്ന് ലാവണിയിലാണ്. എടുക്കാൻ പറ്റുന്ന വിചാരിക്കില്ല തിരക്കിന്റെ ഇടയിൽ കൂടെ. എത്ര കണ്ടത് എടുക്കാൻ പറ്റുന്ന അറിയില്ല. പിന്നെ നാത്തും വന്നില്ലേ ചോദിച്ചതാ. നാത്തൂനും മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ പരാതിയും തീർന്നില്ലേ? ബാക്കിയുള്ളവരൊക്കെ പോയി അമ്മേനെ കൊണ്ടുപോയി. അപ്പൊ നമ്മള് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ കാലുപിടിക്കലും ചടങ്ങുകളൊക്കെ തിരക്കൂട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടെ സംസാരിച്ചിരിക്കുന്നില്ല. നമുക്ക് വീഡിയോക്ക് പോവാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഈ ഇരിക്കണത് അമ്മായിമാരാണ് കേട്ടോ. ഈ ഇടതുവശത്ത് ഇരിക്കണുണ്ടല്ലേ, വല്യമ്മായും ചെറിയമ്മായിയാണ്. പിന്നെ നമ്മുടെ രാജു, റിച്ചുട്ടൻ. പിന്നെതാ രാജുവിനെ കുറെ ദിവസമായില്ലേ കണ്ടിട്ട്. കല്യാണ വീഡിയോയിലാണ് പിന്നെ കാണുന്നത്. പിന്നെതാ നമ്മുടെ പൊന്നുട്ടി ഉണ്ണിച്ചക്കനുണ്ട്, നമ്മുടെ കുറുമ്പ റിച്ചുട്ടുണ്ട്. പിന്നെ ഇത് രണ്ടാമത്തെ മാമനാണ് കേട്ടോ. മാമന്റെ കയ്യിലുള്ളത് മാമന്റെ പേരക്കുട്ടി, മൂത്ത മോന്റെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇത് രാജുവിന്റെ അളിയനാണ് സുനിയേട്ടൻ. പിന്നെ ഇതാ അവരുടെ മൂത്ത മോള് മീരമോള്. പിന്നെ ഇതാ ഏട്ടൻ്റെ കൂട്ടുകാരൻ പൊന്നോട്ടൻ. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി ഉണ്ട്, കണ്ണുണ്ട് ഇരിക്കണോ. പിന്നെ അതെ, ഞാനങ്ങനെ കണ്ടിട്ട് കൊറേ ഇല്ലേ, എനിക്ക് ഓർമ്മയില്ല. എല്ലാരും വിവരിച്ച് പറയാൻ എന്തായാലും പറ്റുണ്ടാവില്ല. പിന്നെ ഇത് വലിയ മാമന്റെ മോനാണ് കേട്ടോ, ബീനേഷേട്ടൻ. പിന്നെ ആ നിക്കണത് നമ്മുടെ വലിയ മാമനാണ്, ഉണ്ണിക്കുഞ്ചു മാമൻ. പിന്നെ നമ്മുടെ സതിയേട്ടനെ കണ്ടില്ല പറഞ്ഞില്ലേ, ഇതാ പൊന്നൂസിനെ അടുത്ത് നിൽക്കുന്നത് സതിയേട്ടൻ. അപ്പുറത്തേക്ക് തിരിഞ്ഞു പോണത് നമ്മുടെ അജിയേട്ടൻ. ചിലവർക്കൊക്കെ ഫോണ് ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ നാണക്കിടക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഒരേപോലത്തെ ഷർട്ടായിരുന്നു കേട്ടോ, യൂണിഫോം ഷർട്ട് ഇട്ട് നല്ല ചന്തം ഉണ്ടായിരുന്നു കാണാൻ. എല്ലാവരും കുറേ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെണ്ണിനെ കൊണ്ടുവരാൻ പോണ്ടേ. നമ്മുടെ കാലുപടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറപ്പിടി, ഞങ്ങളിവിടെ പറയാ പുറപ്പിടിക്ക് പോവാന്നാട്ടോ പറയാ. പിന്നെ അത് നേമ, അമ്മായിമാര്, പിന്നെ ദാസൻ, പിന്നെ ദാസന്റെ ബേക്കിൽ ജിഷട്ട പെങ്ങളാണ്, പിന്നെ അളിയൻ. നമ്മുടെ ഓരോ നാട്ടിക്ക് ഓരോ രീതിയിലായിരിക്കും കേട്ടോ ഓരോ ആചാരങ്ങൾ ഉണ്ടാവുക. നമ്മളിങ്ങനെ ഇറക്കുമ്പോഴും കൊണ്ടുവരുമ്പോഴും ഇതേപോലെ വിളക്കും താലവും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് പോവുക. പറയേ തുറന്നോ. ഓക്കെ, തുറന്നേ. മൂന്ന് ഫുള്ളായപ്പോ പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ പോകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ താലം നമുക്ക് തരും കേട്ടോ. ഈ താലവും ഒക്കെ ആയിട്ടാണ് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുക. അത് കുറച്ച് വീട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീട്ടിൽ വെച്ചിട്ടൊരു കല്യാണം കൂടുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞു വെച്ചാൽ നല്ല രസം. നമ്മൾ ഓഡിറ്റോറിയത്തിനെക്കാട്ടിലും എനിക്കിഷ്ടമായി കേട്ടോ. എന്താ വെച്ചാൽ പിന്നെന്താ നല്ല, കാരണം മമ്പണി ചെയ്ത മിറ്റം അല്ലേ, മതിലും ഒക്കെ ഇട്ട് നല്ല രസമുണ്ട്. പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ പക്കാ നാട്ടുമ്പുറാണ്. നല്ല കാറ്റും ചൂടും. ന്യൂ ജനറേഷൻ പൂജാരി എന്ന് പറയില്ല, നമ്മുടെ കല്യാണത്തിനൊക്കെ മൂപ്പരാളെ എവിടെ ഇരുന്നു ഓരോന്ന് പറഞ്ഞു. പിന്നെന്താ ഇഷ്ടപ്പെടുന്ന രീതിക്ക് എന്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ചിട്ടയോടെ ചെയ്യുന്നു. നല്ല രസമായിട്ട് ചെയ്തു. നമ്മള് കേട്ടിരുന്നു പോവും. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിഞ്ച തത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമതാസ്യ ശിഷ്യ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടം ദൃക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം.
അന്നവസ്ത്രാധിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അവിടെ ഓഡിയൻസിനെ കാണണ്ട ഏട്ടന്മാരെ കുറച്ച് എങ്ങോട്ട് വരും? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമസ്തുതേ. മാംഗല്യം തന്തുനാനേന മമ ജീവേന ഹേതുനാ കണ്ഠേ ഭദ്രാമി സുഭഗത്വം ജീവശരഥാം ശതം ശതമാനം ഭവതു ശതമാനി ഭവതി സന്മംഗളാനി ഭവതു. അങ്ങോട്ട് തിരിയല്ലേ കുറച്ച് ഇങ്ങോട്ട്. മതി മതി. ഓക്കെ റെഡി. നല്ല നല്ല നേരത്തെ താലി കയ്യിലെടുത്ത് സീമന്തരേഖ നെറ്റിയിൽ മുകളിലേക്ക് ഒന്ന് ചുമ്മാ കൈവച്ചിട്ടുണ്ടോ അവിടെ? നമുക്ക് ധർമ്മപ്രജ ഇമാം കന്യാ പ്രസാദ്യാമി പിതൃണാം ധാരണായ ധർമ്മപ്രജ സ്ത്രീയോ മുക്തോഹേ മഹാലക്ഷ്മി മമ കുടുംബം. 3 പ്രാവശ്യമല്ലേ? ദീർഘമായുഹം പൂർണ്ണമായ ആരോഗ്യ ഐശ്വര്യ അഷ്ടൈശ്വര്യ പുത്രപൗത്രാദി ധനധാന്യക്ഷേമ ഐശ്വര്യകടാക്ഷസിദ്ധ്യർത്ഥം ദീർഘസുമംഗലീ ഭവതി ദീർഘശതമാനം ഭവതു സന്മംഗളാണി ഭവതു. റെഡി മക്കളെ? മൂക്ക് കൊടുക്കണ്ട. ഒന്ന് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിക്കാനേ. താലിയിട്ട് കഴിഞ്ഞ പിന്നെ ആദ്യത്തെ പരിപാടി ചെക്കൻ വീട്ടുകാരെ പരിപാടി. ഇന്ന് സമയമൊന്നും കളയാതെ നേരെ എത്തും. ഇതാ ചെറിയ മാമനും പിന്നെ വഴിക്ക് കണ്ടുമുട്ടിയതാണ് ബാലകൃഷ്ണമാമി രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തതാട്ടോ. നല്ല ഭംഗിയുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ ഭക്ഷണത്തിന് എന്താ ടേബിളിൽ ഇലയൊക്കെ പ്രത്യേകം പറയേണ്ടതാണ്. നല്ല അടിപൊളി ബിരിയാണി,
കറി ചിക്കൻ അതേപോലെ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനൊരു കല്യാണത്തിന് ഞങ്ങളുടെ കല്യാണമായിട്ട് നല്ല സാമ്യമുണ്ട് കേട്ടോ. കാരണം എൻ്റെ കല്യാണം വീട്ടിൽ തന്നെയായിരുന്നു കല്യാണം. വീട്ടിൽ വെച്ചിട്ട് കെട്ടും, അടുത്ത വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇതേപോലെ സദ്യ കൊടുക്കലല്ലേ ഏട്ടാ. അതേപോലെ എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീട്ടിലൊരു കല്യാണം കൂടുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. പക്ഷെ ശരിക്കും വീട്ടിൽ കല്യാണം കഴിക്കുന്നതിന്റെ ഒരു രസം അതൊരു വേറെ തന്നെയാണ് അല്ലേട്ടാ. നാട്ടിൻപുറത്തെ വീടും മമ്പളി ചെയ്തിട്ടും ചാണകം വഴുകിയിട്ടൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് അല്ലേ. ഭയങ്കര പഴയ ഒരു കാലത്തേക്ക് ശരിക്കും കൊണ്ടുപോകുന്ന കല്യാണം തന്നെയായിരുന്നു. ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്താ വെച്ചാല് സദ്യ ആയിരുന്നില്ല, ബിരിയാണിയാണെന്ന് മാത്രം. നമ്മളിപ്പോ ബിരിയാണി ആണെങ്കിൽ ഇത് നമ്മുടെ അതാ പോയി അജിയേട്ടൻ. ടേസ്റ്റുള്ള ഭക്ഷണമാണ് കേട്ടോ. കാരണം അല്ല പറയാ ഉണ്ണി പിന്നെതാ സുകന്യ അമ്മ അവർക്ക് ഞങ്ങൾക്കൊപ്പം സീറ്റ് കിട്ടിയില്ല കേട്ടോ. പിന്നെ അതാ വലിയ മാമന്റെ മരുമക്കളാണ് ഒപ്പം ഇരിക്കണത്. പിന്നെ നമ്മുടെ കണ്ണൻകുട്ടി ഈ നീല സാരി നമ്മുടെ രണ്ടാമത്തെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന കണ്ടില്ലേ, നമ്മുടെ അച്ചുട്ടി അമ്മുട്ടിയൊക്കെ ലെഹങ്കയില് സൂപ്പറായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് അവിടെ ലെഹങ്ക ഇട്ടിട്ട് പോകണം. അമ്മൂനെ അവിടെ കുത്തി ഇവിടെ കുത്തി അറിയാം. ഈ നീല ഷർട്ട് കണ്ടോ, അതാണ് നമ്മുടെ രണ്ടാമത്തെ അനിയൻ. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഗ്യാങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ കല്യാണമൊക്കെ കെട്ടി വന്ന് റിസപ്ഷൻ്റെ സമയമായിട്ടോ. റിസപ്ഷൻ നമ്മൾ ഉമ്മനേഴി കരിമ്പാല ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ദാസന്റെ ഏട്ടൻ കുട്ടന്റെ കല്യാണവും അതേപോലെ രാജുവിന്റെ കല്യാണവും അല്ലേ റിസപ്ഷൻ നടത്തിയത് ഇവിടെ വെച്ചിട്ടാണ്. നല്ല ഭക്ഷണമാണ് കേട്ടോ. നല്ല ചിക്കനും റൈസും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഭക്ഷണം മാത്രമല്ല അതിന്റെ ക്രമീകരണങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ട് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേർന്നതും ഒക്കെ നല്ല വൃത്തിയായിട്ട്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാനിരുന്ന ആൾക്കാർക്കും ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതി ആർക്കും ഉണ്ടായില്ല. അത് നല്ല അവന്റെ മേൽനോട്ടം എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. അതെ, നിസാർ മുതലാളി നമ്മുടെ കൂട്ടുകാരനാണ്. അതാണ് നമ്മളത്ര സന്തോഷത്തിൽ അതിനെ കുറിച്ച് പറയണത്. പിന്നെ നമ്മുടെ വിളമ്പിത്തന്ന ചേച്ചിമാര് അവരെ പറയാൻ ഒരാൾക്ക് ഒരു കുറവും വരുത്താതെ വേറെ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ സഹപാഠിയാണ്. പിന്നെ നമ്മുടെ കുട്ടനും പ്രിയയും കല്യാണച്ചക്കൻ്റെ ഏട്ടൻ ഏടത്തിയമ്മ, പിന്നെ പ്രിയയുടെ അച്ഛനുമാണ് കേട്ടോ. എന്താ ആദ്യം നോക്കിക്കണത് റിസപ്ഷൻ ഡ്രസ്സില് ദാസൻ, അശ്വതി, പിന്നെ വരുന്നു സ്റ്റേജിൽ കയറാൻ വരികയാണ്. വന്നിട്ടുള്ളൂ അയൽവാക്കം വിജയായിട്ട്, പ്രിയ ചേച്ചി, ഞങ്ങളുടെ അംഗനവാടി ടീച്ചർ, എല്ലാവരും. പിന്നെ ഈ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ നിന്നിട്ടും ഇരുന്നിട്ടും ചടയ്ക്കും പറഞ്ഞല്ലേ ഓരോരുത്തർ വരുമ്പോൾ ഫോട്ടോ എടുക്കൽ കാര്യങ്ങള്. കൂടുതലും ശ്രദ്ധിച്ചേർന്നത് ഈ പരിപാടി തന്നെയാണ്. കളിയില്ല. ഇതാ നമ്മുടെ മൂത്തുമാമന്റെ മകനും മരുമകളുമാണ് കേട്ടോ. അപ്പുറത്തിരിക്കുന്നത് രണ്ടാമത്തെ മരുമകളും കുട്ടികളും. ഇതാ കണ്ടോ, മകനും ഉണ്ട് കേട്ടോ. ചിലർക്കൊക്കെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു നാണക്കിടക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഏട്ടൻ്റെ കൂട്ടുകാരൻ സുനിയേട്ടൻ, മണി, ഗോപാലൻ, ശിവൻ. ഇത് നമ്മുടെ മൂത്ത മാമന്റെ മരുമകനും മകളുണ്ട്. പിന്നെ മകൻ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അവര് ഒരു സെറ്റ് ഇരുന്നിട്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ. ഇവിടെ നമ്മൾ ഇപ്പൊ കഴിച്ചില്ല അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ തന്നു. നമ്മൾ കാര്യമായിട്ട് വിവരിക്കണമൊന്നുമില്ല. നല്ല നല്ല രീതിക്ക് വിവരിക്കാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. സാധാരണ നോർമൽ വീഡിയോസിൽ റെക്കോർഡിങ് കിട്ടാറില്ല. പറയുമ്പോൾ നമുക്ക് കിട്ടണമില്ല കേട്ടോ. എനിക്ക് നേരിട്ട് പറയാനേ കിട്ടുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര പറഞ്ഞതന്നെ ഇപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഈ റെക്കോർഡിങ് നിൽക്കണം. അപ്പോൾ അതാണ് പ്രശ്നം. പിന്നെ ശ്രീജി ചേച്ചി, ബാലകൃഷ്ണേട്ടൻ, രാധിക ചേച്ചിയൊക്കെ ഉണ്ടല്ലേ. പിന്നെ നമ്മുടെ ഐസ്ക്രീം സെക്ഷൻ. കുട്ടികളോട് ഏട്ടൻ തമാശ അറിയണേ, മാസ്ക് കഴിക്കും, മാസ്ക് കഴിച്ചിട്ട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ
നമ്മള് ബിരിയാണിയൊക്കെ കഴിച്ച് ഐസ്ക്രീമിന്റെ ഇതാവുമ്പോ കുട്ടികളുടെ പോലെയല്ലേ എല്ലാവരും അല്ലേ. കിച്ചുട്ടനൊക്കെ എത്രയും കഴിച്ചു. പിന്നെ രാജുവിന്റെ ഗ്രീഷ്മയുടെ അച്ഛൻ, പിന്നെ അമ്മതാ ഗ്രീഷ്മതാ, പിന്നെ നമ്മുടെ റിച്ചുട്ടൻ, ഗ്രീഷ്മയുടെ അമ്മ എപ്പോഴും ചിരിച്ചിട്ടേ കാണുള്ളൂ അല്ലേ. പിന്നെ ഇതാ നമ്മുടെ മാമട്ടോ മണിമാമനെ കാണിച്ചു കൊടുത്തില്ലല്ലോ, മാമനും അമ്മായി. പിന്നെ ഇതാ നമ്മുടെ അച്ചു, അമ്മു, ഉണ്ണിപ്പെണ്ണ്, കിച്ചുട്ടൻ ഒക്കെ അവരൊക്കെ ഒറ്റയ്ക്ക് ഒരു ഭാഗത്തിരുന്ന് കഴിച്ചു. പിന്നെ നമ്മുടെ അളിയൻ പെങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പെങ്ങളെ അളിയനും നമ്മുടെ കൂടെ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്കന്മാര് ഉണ്ണിച്ചക്കനും ഞാനങ്ങനെ ഉണ്ണിച്ചക്കൻ പെൺകുട്ടിയെന്ന് വിളിക്കാട്ടോ. അഭിജിത്ത്, അഭിജയ് എന്നാണ് അവരുടെ പേര്. പിന്നെ ഞങ്ങള് സുകന്യയുടെ അച്ഛൻ, പിന്നെ സുകന്യയുടെ അച്ഛൻ അപ്പൊ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ എന്നോട് കുശലം പറയാനുണ്ടോ. പിന്നെ നമ്മുടെ അമ്മ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ വന്നിട്ട് നമ്മുടെ കൂടെ വന്ന് അമ്മ കുഞ്ഞുണ്ണീനെ പിടിച്ചും കൊടുക്കുകയായിരുന്നു. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് വേണ്ട ഒരാൾ മാറിയാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ നല്ല ഭക്ഷണമായിരുന്നു. പിന്നെയും പറയുന്നുണ്ടേ അതെന്നെ പറയണ്ടല്ലേ. അവര് വിചാരിക്കും എന്താ അത് നമുക്ക് കിട്ടും ചെയ്തില്ല, നല്ല ഭക്ഷണം. ഹരി നമ്മുടെ അയൽവക്കാണ് കേട്ടോ, അലിമുത്തണ്ണൻ, ഹരിയേട്ടൻ, വിനോദ്. അവര് അമ്മയുടെ അടുത്ത് പറഞ്ഞത്രേ കാണലുണ്ട് പറഞ്ഞത്രേ, വീഡിയോ ദിവസം കാണലുണ്ട് പറഞ്ഞു. പിന്നെ ഇതാ ഏട്ടന്റെ കൂട്ട് അസ്തൻകുട്ടി തന്നെ. അപ്പോ എന്താ ഇപ്പൊ മടി മാറി വരുന്നുണ്ട്. ഇതാ സുകന്യയുടെ അച്ഛൻ, നമുക്ക് അച്ഛൻ മനസ്സറിഞ്ഞ് വിളിക്കാൻ അച്ഛൻ തന്നെ. പിന്നെ സതിയേട്ടൻ, കുഞ്ഞുണ്ണി, നമ്മുടെ ശീതളേടത്തിയമ്മ, കുമാരേട്ടൻ, ഏടത്തിയമ്മ എന്താ ഇങ്ങനെ പറയാ മുടി ഇൻ്റെന്ന് വെട്ടിനെ ചീത്ത വന്ന് കൊണ്ടുപോകണം. പിന്നെ ഒരു ചെറിയൊരു പറയേ ഏട്ടനല്ലേ അറിയാ. എല്ലാരും വൃത്തിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. അതുകൊണ്ടാണ് കുറേ പേര് അങ്ങനെ വ്യക്തമായിട്ട് വിവരിക്കാത്തത് കൊണ്ടാണ്. കുഴപ്പമില്ല, സാറിന് ഉത്തരവാദിത്വം പറ്റിയാണ്. എല്ലാവരും അന്വേഷണം പറഞ്ഞ് വേണ്ടതുണ്ടാവുമ്പോൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പൊന്നോട്ടൊക്കെ വൈകുന്നേരത്തൊക്കെ ലാസ്റ്റ് കഴിച്ചിരുന്നു. പൊന്നോട്ടൻ, രാധേട്ടൻ, വിനോട്ടൻ മാമന്റെ മരുമകനാണ് കേട്ടോ. മാനോട്ടൻ ഉണ്ട് അപ്പുറത്തു. അപ്പോ നമ്മള് ഫോട്ടോ എടുക്കാൻ അതിന് മുന്നേ സുകന്യ സദീഖൊക്കെ രജീലേക്ക് അവരൊക്കെ കയറി ഫോട്ടോ എടുത്തേക്ക് ഞങ്ങൾ ലാസ്റ്റ് നമുക്ക് എല്ലാത്തിനും വീഡിയോ എടുക്കുന്ന ഒരു പരിപാടിയായതുകൊണ്ട് അവരെടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ താഴെയായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നേരെ ഒരു പോകുന്നതിനും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കാൻ വേണ്ടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടെ എല്ലാവരും പടം ഒരു ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അത് വീഡിയോയിൽ ഫോട്ടോ ആയിട്ട് വെച്ചിട്ട് അത് വീഡിയോ ആയിട്ട് വെക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരും നമ്മളാണ് ലാസ്റ്റ് എടുത്തത് അല്ലേ. എന്താ വെച്ചാൽ ഓരോ തിരക്ക് താഴെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ മുകളിൽ കയറാനും പറ്റിയില്ല. പിന്നെ വേറെ തിരക്കൊന്നുമില്ല, വീഡിയോ മാത്രം ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് വരുന്നവരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെന്താ ഇത് വേറെ വഴിയില്ലല്ലോ, വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാണ്. പിന്നെ ഇട്ടുപോയി. എന്താ വെച്ചാൽ കുറേ പേര് ചോദിച്ചിരുന്നു ചേച്ചി കാണിച്ചു തരുമോ എന്നുള്ളത്. അപ്പം അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഇതിൽ അമ്മൂൻ്റെയും അച്ഛൻ്റെയും ഡ്രസ്സില്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അമ്മൂനും അച്ഛനും ഭയങ്കര ഇഷ്ടമായി ആ ഡ്രസ്സ്. പിന്നെ എല്ലാവരും പാടെ അതിലും എന്താ അജിയേട്ടനൊക്കെ കഴിക്കാൻ പോയിട്ടായിരുന്നു. അതങ്ങനെയാണ്, തവളനെ മാറ്റ പോലെയാണ് കല്യാണത്തിൽ എല്ലാ കുടുംബത്തിൽ എല്ലാവരും പാടെ ഫോട്ടോ എടുക്കുക പറയുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് ആരെങ്കിലും കൂടെയൊക്കെ പോയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവില്ല. അപ്പൊ അതങ്ങനെയാണ്. അതാണ് നമ്മുടെ കുടുംബ ഫോട്ടോയില് ഒരാള് 3 പേര് കുറവുണ്ട്. ബാക്കിയുള്ളവര് ഒക്കെ അതങ്ങനെയാണ് കേട്ടോ. അതില് മേമയും കൂടി ഉൾപ്പെടുത്തി മേമി. പിന്നെ ഇത് രണ്ടാമത്തെ അമ്മായി പറഞ്ഞില്ലേ, രണ്ടാമത്തെ മാമന്റെ മരുമക്കള്, 2 മരുമക്കളും മകനുമാണ് കേട്ടോ. മൂത്ത ആള് ഇവിടെ ഇല്ല. എന്താ കൂട്ടുകാർ കൃഷ്ണൻകുട്ടി, ശിവൻ, മണി
പിന്നെ ഇപ്പുറത്ത് യേശുട്ടൻ, ഗോപാലൻ. ഒരുപാട് സന്തോഷം, ഒരുപാട് നല്ല നല്ല വീഡിയോകള്, നല്ല നല്ല നിമിഷങ്ങള് ഇനിയുള്ള വർഷങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. നല്ലൊരു പ്രതീക്ഷയില് നാളെ കാണാം. ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരം.